നമസ്കാരം. അപ്പോൾ മനക്കിപ്പടി റൂട്ട് സഞ്ചരിച്ചപ്പോൾ കാണാൻ സാധിച്ചൊരു കാഴ്ചയാണ്. ചെറിയൊരു ജ്യൂസ് കട. അപ്പോൾ നോക്കിയപ്പോൾ വെള്ളരി, കരിക്ക്, ചെറിയ തോതിൽ പച്ചക്കറി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കയറി ഒന്ന് വെള്ളരി ജ്യൂസ് ഒന്ന് കഴിച്ചു നോക്കാം. സത്യത്തിൽ വളരെ അകലെ നിന്ന് വരുന്ന സഞ്ചാരികൾക്കടക്കം ഇതൊരു മനസ്സും ശരീരവും തണുപ്പിക്കാൻ പറ്റിയൊരു ജ്യൂസ് കട തന്നെയാണ്. ഇതാണ് വെളുത്ത ബക്കറ്റിൽ വെള്ളരി ജ്യൂസ്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതോടൊപ്പം തന്നെ പച്ചക്കറി, ചെറിയ തോതിൽ പച്ചക്കറിയുടെ വിൽപ്പനയുണ്ട്. കുറച്ചങ്ങനെ നീങ്ങി കഴിഞ്ഞപ്പോൾ കവറുകൾ എന്തൊക്കെയോ കിട്ടി തൂക്കിയിട്ടാണ്. നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിനോട് എന്താണെന്ന് ചോദിച്ചറിയാം. ഇവിടെ എന്തൊക്കെയാണോ ഉള്ളത്? ഇവിടെ ജ്യൂസ്, വെള്ളരി, കരിക്ക്, പച്ചക്കറികൾ കവറിൽ തൂക്കിയിട്ടാണ്. കവറിൽ അത് പഴുത്ത വെള്ളരിയാണ്. പഴുത്ത വെള്ളരിക്ക് എന്താണ് പ്രാധാന്യം? അത് പഴുത്ത് കഴിഞ്ഞാൽ വേഗം ജ്യൂസ് ഉണ്ടാക്കാം, ഇങ്ങനെ ഉണ്ടാക്കാം. ശരിക്കും ജ്യൂസിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത്. ഇപ്പോൾ വന്നത് അതിനാ. ചൂട് സമയത്തൊക്കെ പെട്ടെന്ന് പോകുന്ന ജ്യൂസാണ്. നല്ല എനർജിയാണ് വെള്ളരി ജ്യൂസാണ്. തണുപ്പ് ശരീരത്തിൽ നിൽക്കും. ഈ കരിക്ക് സംബന്ധമായിട്ട് കരിക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കരിക്ക് പോകുന്നുണ്ട്. ഈ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവും. എങ്ങനെയുണ്ട് പൊതുവെ കച്ചവടം? ഇപ്പോഴത്തെ ഡിമ്മാണ്. ശരിക്കും വെയിൽ വന്നു കഴിഞ്ഞാൽ ഒരു കച്ചവടമുള്ളൂ. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 3 വർഷമാവണം. കുഴപ്പമൊന്നുമില്ല, കച്ചവടം അത്യാവശ്യം കച്ചവടമുണ്ട്. പിന്നെ ഈ വഴിയോരത്തായതുകൊണ്ട് ഒരുപാട് ദൂരെ യാത്രകൾ പോകുന്ന ആൾക്കാരൊക്കെ ഇറങ്ങി ജ്യൂസൊക്കെ കുടിക്കും അല്ലെ? ഞാൻ കണ്ടിട്ടുണ്ട്, പലവണ കണ്ടിട്ടുണ്ട് പോയി. വെള്ളരിയുടെ ജ്യൂസാണ് കൂടുതൽ ആൾക്കാർ. അപ്പോൾ വെള്ളരി ജ്യൂസ് ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കടയിലെ മനക്കപ്പടിയിലെ വെള്ളരി ജ്യൂസ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. എന്താണ് അവിടുത്തെ പ്രാധാന്യം എന്ന് അറിയണ്ടേ? അപ്പോൾ വെള്ളരി ജ്യൂസ് ഇങ്ങനെ ഇളക്കാൻ തുടങ്ങി. ഇളക്കി എന്താ ഭംഗി. ഇളക്കി അതിനകത്ത് കോരി ഒഴിച്ചു. ആ കപ്പിലേക്ക് കോരി ഒഴിച്ചു. ഞാൻ കൈയോടെ വാങ്ങി കഴിച്ചു നോക്കി. എൻ്റെ പൊന്നോ, സാധാ വെള്ളരി ജ്യൂസ് ഒന്നും അല്ല. ഇതിനകത്തുള്ള പ്രത്യേക ചേരുവകൾ ചേർത്തൊരു വെള്ളരി ജ്യൂസാണ്. എന്താ നമുക്ക് ചോദിച്ചു. ഈ വെള്ളരിയുടെ ജ്യൂസിൽ എന്താണ് ചേർത്തിരിക്കുന്നത്? ഇതിനകത്ത് അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഏലക്കായ. ഇത് ചെലവ് കൂടുതലാണ് നമുക്ക്. അതാണ് പ്രാധാന്യം. എന്നാലും ജനങ്ങള് നല്ലത് കഴിക്കണം. അതെ അതെ, നമുക്ക് കച്ചവടം കിട്ടണം. കഴിച്ചു കഴിഞ്ഞാൽ തിരികെ വീണ്ടും വരും എന്നുള്ളതാണ്. അതിന് വരും. ഞാനിവിടെ ഇതിലെ ദിവസം വൈകുന്നേരങ്ങളൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അത്യാവശ്യം ഇനിയും കച്ചവടങ്ങൾ പറ്റും. വെള്ളരി ജ്യൂസിന് പ്രത്യേകതയുണ്ട്, ടേസ്റ്റാണ്. കാരണം അതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകൾക്ക് പ്രാധാന്യമുണ്ട്. എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞേ? അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഏലക്കായ. ഏലക്കായുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. കാര്യങ്ങൾ ഭംഗിയായിട്ട് കച്ചവടം വർദ്ധിക്കട്ടെ. വീണ്ടും കാണാം. അപ്പോൾ ഇതിലെ ചേരുവകൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? കശുവണ്ടി, ഏലക്കായ, അണ്ടിപ്പരിപ്പ്. അപ്പോൾ ദൂരയാത്രകൾ പോയി വരുന്ന ഓരോരുത്തരും ഇവിടെ നിന്ന് കയറുന്ന കഴിച്ചു നോക്കണം. മനക്കിപ്പടിയാണ്. മനക്കിപ്പടി നിർത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ വെള്ളരി ജ്യൂസ് എന്തായാലും കഴിച്ചു നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വരണേ. അപ്പോൾ വെള്ളരി ജ്യൂസ് ടേസ്റ്റോടുകൂടി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ടൊരു കസ്റ്റമർ ഉണ്ട്. അപ്പോൾ ആ കസ്റ്റമറോട് നമുക്ക് ചോദിച്ചറിയാം. നമസ്തേ. ഇവിടുത്തെ ഈ ജ്യൂസ്, വെള്ളരി ജ്യൂസ് എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് ഇതിനകത്ത്? നമുക്ക് എന്താണ് പ്രാധാന്യം തോന്നിക്കുന്നത്? ഇപ്പോൾ ഇവിടുത്തെ കഴിച്ചിട്ട് ഇവിടെ എപ്പോഴും കഴിക്കാറ്? ഇല്ല, ഇടയ്ക്ക് പോണ വഴിക്ക് കഴിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായി. അപ്പൊ അങ്ങനെ ഇപ്പോഴും ഇപ്പൊ രാവിലെ തന്നെ ഒന്ന് കഴിക്കാനായിട്ട് കയറിയതാണ്. ഈ ഒരു കടയിലെ കൂട്ട് വളരെ ഇപ്പൊ ഞാനിപ്പോ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ലാസ്റ്റ് എനിക്ക് വന്നപ്പോ ഇതേമാതിരി 2 അണ്ടിപ്പരിപ്പ് കിട്ടി. പിന്നെ അത് നമ്മുടെ ഏലക്കായുടെ കുരുതേ ഏലക്കായ കിട്ടാണ് അവര് ഫിക്സ് ചെയ്ത. സാധാരണ ജ്യൂസ് കടകളിൽ കിട്ടാറ് വെറും വെള്ളത്തിൽ കുറെ സംഭവം കളിക്കാൻ കിട്ടാറ്. കുഴപ്പമില്ല. ഇപ്പോഴത്തെ ചൂടിന് ഏതായാലും നല്ല ബെസ്റ്റ് ആണ് കുട്ടുവെള്ളരി. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ ഇവിടെ ഈ നമ്മുടെ ആലുവ റൂട്ടിൽ ഇപ്പൊ ഇഷ്ടം പോലെ കുട്ടുവെള്ളരി കടകളുണ്ട്. പക്ഷെ അതിലൊക്കെ ഒത്തിരി വ്യത്യസ്തത നിറഞ്ഞൊരു കടയാണ്. അത്യാവശ്യം കരിക്ക് കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ഈ നമ്മുടെ ഇപ്പൊ ചൂടിന് ദാഹം പറ്റാൻ പറ്റിയ അത്യാവശ്യം സാധനങ്ങളും ഉണ്ട്. ലോങ് റൂട്ട് സഞ്ചാരം നടത്തുന്ന എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള ഒരു കടയാണ് അല്ലെ?